ഓം ശ്രീ ഗുരുഭ്യോ നമ. സരളം സംസ്കൃതം പാഠശാലയിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം. നമസ്തേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ഭാഗം 16. രാവണൻ്റെ പടപ്പുറപ്പാട്. സേനാപതിയും പടയും മരിച്ചതോ മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുതോ ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുകെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാഗോപുരത്തോടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടോ രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണിടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം. എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണ നന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി. കായം വളർന്നോ വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നതു രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റും ഏറ്റം മഹോദരൻ മന്നവ. വാജിമേലേറി പരിഘം തിരിപ്പവനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളെരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസ്സല്ലോ. രാവണൻ തന്മകൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതോ മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഘായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനോമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവാനിന്നു ഞാൻ എന്നരുളി ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലോമകത്തോ കടന്നൊരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരുമിവരോട് ശക്തിയില്ലായ്കയുമില്ലിതിന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ
വാനരവൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ. വാനേന്ദ്രന്മാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. വില്ലും ശരങ്ങളും ആശുകൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളൊരിവനോടു പോരിനു മുമ്പിലടിയനനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനോ മരുൾ ചെയ്തിതന്നേരം. വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂഡപ്രിയനാകയുമുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാൻ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോടു മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തുമാപത്തോ കവികുലത്താലെടോ. നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്നൊരെന്നെയൊഴിച്ചു കൊൾവീരെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാമക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നോ പറഞ്ഞൊന്നടിച്ചാൻ കപീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെയുണർന്നു ചൊന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മയെന്തായതിനിക്കിന്നിതു ഉണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നില്ല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിൽ ഇത്തിരി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൽ ദശാനനൻ പിന്നെ മോഹിച്ചു വീണ എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലനന്നേരം കുതികൊണ്ടു രാവണന്മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടോ മകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ. പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം. ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതോ പോർക്കളം. വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തൊരു വേൽ സൗമിത്രി തന്നെ മാറിലമ്മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിതോ. രാഘവൻ തന്നെ ഗൗരവമോർത്തതി ലാഘവം പൂണ്ടിതു രാവണവീരനും. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടി അണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ.
ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടതിരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചോ വണങ്ങിനാൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലമ്മാറു പൊക്കു മയദത്തമാം ശക്തിയും. ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധവാഹാത്മജൻ വന്നിച്ചു ചൊല്ലിനാൻ. പങ്ക്തിമുഖനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക. കുണ്ഠത എന്നിയെ കൊൽക ദശാസ്യനെ. മാരുതി ചൊന്നതു കേട്ടു രഘുത്തമനാരുഹ്യ തൽക്കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ. നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോം. ഇന്നതിന്നാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടു കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവാൻ എന്നുടെ മുമ്പിൽ അരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു. ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പം എയ്താൻ ദശവക്ത്രനും. ഘോരമായി വന്നിതു പോരും അന്നേരത്തു വാരാനിധിയുമിളകി മറിയുന്നു. മാരുതി തന്നെയും എയ്തു മുറിച്ചിതു ശൂരനായൊരു നിശാചര നായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടടുത്തൊരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതു ബാണമേറ്റന്നേരം പൗലസ്ത്യചാപവും വീണിതു ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ. തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നു കളഞ്ഞവരാരൂഢതാപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൻ. ആമയം പാരം നിനക്കുണ്ടു മാനസേ, പോയാലും ഇന്നു ഭയപ്പെടായികേതുമേ. നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധ വാഹനത്തോടൊരും വെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകുസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്ന രാകുലം പൂണ്ടു തിരഞ്ഞു നോക്കിത്തുലാം. വേപധുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതോ ചിന്തിച്ചു മേവിനാൻ. കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാമർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികൾ ഓർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജംഭാരിമുമ്പം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യമായി വന്നുകൂടാ എന്നു നിർണയം.
ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലോ ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നീയുണർന്നിട്ടു മാറില്ലുറങ്ങി തുടങ്ങിയിട്ടവനുമേ. 9 നാളെ 6 മാസം കഴിഞ്ഞെന്നീ ഉണർന്നിടും ആറിലുറങ്ങിത്തുടങ്ങിയിട്ടവനുമേ. 9 നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അമ്പോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസ രാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ. ആനകദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആനതേർക്കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ കുംഭകർണശ്രവണാന്തരേ. പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചു. തുമ്പിക്കര മറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജൃംഭസമാരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തികണ്ഠാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തോ വരുവെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതോ പറഞ്ഞോരനന്തരം. ജ്യേഷ്ഠനെ കണ്ടോ തൊഴുതോ വിടവാങ്ങി വട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതോ. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാൻ ഊഢമോദം നിജ സോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലുമെന്നെടോ. സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീംനി കൊണ്ടൊന്നു വെച്ചിടിനേൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയുമെയ്തു മുറിച്ചാഞ്ചിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളണമേ എന്നതു കേട്ടോ ചൊന്നാൻ കുംഭകർണനും. നന്നെത്രയും നല്ലതേ നല്ലുകേൾ. നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു.
സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതോ നന്നു നന്നോർത്തുകാൺ, നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം, അതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാദിഭേദങ്ങളും 4 ഉപായങ്ങളോ 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. പഥ്യം പറയുമാം അമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വെടിഞ്ഞെങ്ങിനെ രാജാവിനിഷ്ടമെന്നാലതോ കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വഹമാത്മാഭിമാനവും ഭാവിച്ചു. മൂലവിനാശം വരുമാറ് നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതു കാകോളമെന്നതു ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നിയല്ലോ എന്നിയില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചു പോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാധി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണോ മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബളിശം ഗ്രസിക്കയാൽ. ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്ത് പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനു മുൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതോ രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നോ മാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്നറിഞ്ഞിരിക്കബലാൽ ചെല്ലോമൊന്നിങ്കലൊരുത്തനഭിരുചി. പൂർവജന്മാർജിത വാസനയാലതീനാവതല്ലേതോ അതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിന് തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടോ വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽഫലം. ഇപ്പോൾ ഉപഗതമായി ഈശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, നാനാ ജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നതോ യോഗമായാ ദേവി ചേതസി നീ ധരിച്ചിടുകെന്നിങ്ങനെ. നിന്നോട് തന്നെ പറഞ്ഞു തന്നിലയോ മന്നവ മുന്നമേ എന്തതോരാഞ്ഞതും. ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തോ നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായിതെന്നാദരവോടരുൾ ചെയ്യുക മഹാമുനേ. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോട് സാദരം ചൊന്നാനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ.
ത്രൈലോക്യകണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങു മരിക്കരുതാതെ ചമഞ്ഞിതോ മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തോ പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിടുവാൻ ഇത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കുവാനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരതള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാച മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവെടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. ഇല്ലാതോളം ഉണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജന ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ശുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുകാനന്ദമൂർത്തിയെ. കുംഭകർണ വധം. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തോ ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം ഇനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുംഗശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരം ഇരുമ്പുകൊണ്ടുള്ളതന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനര വീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനേവനിവൻ
വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതില്ലോർ ആർക്കുമേറ്റാ ജയിച്ചിടുവാൻ. തച്ചരീതങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണീടിനാർ. ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവൽ ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചാൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തോ ഉണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്കെ പലകാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തിയെ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരേ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാൻ നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാനരക്ഷണാൽ. മർക്കടരാജൻ അതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതോ മാറി തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തതു കൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തോ നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജനത് ഏറ്റുമോഹം വെടിഞ്ഞുൽക്കട രോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടോ മുറിച്ചുകൊണ്ട് പാഞ്ഞു പോന്നാൻ അതിദ്രുതം. ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തോ സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണം ഒഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടക്കും അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ.
ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റം അടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധയന്ത്രാകാരമായ രണ്ടമ്പുകൊണ്ടൊത്തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനാ. രസ്ത്രമെയ്തുത്തമാംഗത്തെയും ഖണ്ഡിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണും മുറിഞ്ഞബ്ദിയിൽ വീണതു ദേഹവും അന്നേരം. നാരദ സ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗ ഖഗ അപ്സര വൃന്ദവും കിന്നര ചാരണ കിംപുരുഷന്മാരും പന്നക താപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാൻ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ. രാമം ദശരഥാൻ നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം. രാമം രാമമാത്മാ ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ. ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ അഖിലധര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങൾ ഉള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു. നിത്യം പുരുഷപ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിത എപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ടോ നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധം ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപദേ.
കോപ കാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭ മോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ. തുൽക്കഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ചനാരദം. തൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ചിപ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരമാപതേ. പാതിയും പോയിതോ ഭൂഭാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. അതികായ വധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടോ ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്സും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാൻ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ട് പോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെൺവരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടള ഊക്കോടടുത്തു കപിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റം നിശാചരൻ കൊല്ലുന്നിതാശു കപിവരന്മാരെയും നല്ല ശസ്ത്ര കപിവരന്മാരെയും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരൻ കൊല്ലുന്നിതാശു കപിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ. വാരണവാജി രഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണുമരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതോ പലതായൊലിക്കുന്നതും.
അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവതാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്രനെ തനയോ ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതോ. മാരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതോ. മൂവരോടും പൊരുതീടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മിണ്ടി വന്നാശോ തുണച്ചാരതു നേരം. മാരുതി കൊന്നിതോ ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനം നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനുന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെ എതിർത്തതീസത്വരം. വിശ്വേകവീരനതികായനന്നേരമശ്വങ്ങളായിരം പൂട്ടിയ തേരിനാൽ അസ്ത്രജാലം നിറച്ചു ബില്ലും ധരിച്ച് അസ്ത്രജ്ഞൻ അത്യർത്ഥം ഉദ്ധതയുക്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയും ഇട്ടോ. നപ്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ. സാമർഥ്യം ഏറെയുള്ളൊരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യമുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ല അങ്ങേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം. മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിവനേൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്കനേ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും. കൊന്നു പലർക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജ പൂർവജൻ തൻ പാദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം. ഭൂമോ പതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടടുത്തു കവികുലം. രാമാന്തിയെ വെച്ചു കൈ തൊഴുതിടിന രാമയം പൂണ്ടോ ശേഷിച്ച രക്ഷോഗുണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാ വിധിയെന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാനേറ്റവരെന്തിനി നല്ലതോ. ശങ്കരാദൈവമേ യുദ്ധം വിലപിച്ച നേരത്തോ ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനോ ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതും തത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു
യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭിലംബുക്കിതു. സംഭാരജാലവും സമ്പാദ്യസാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപനായി യുക്തനായി തത്ര ഗുരുപദേശാൻ അന്യുതം ഭക്തി കൊണ്ടുജ്ജലിപ്പിച്ച് അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപ പുത്രനുമെത്രയും വ്യക്തിവർണ്ണസ്വര മന്ത്രപുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചഥ ചിത്രഭാനു പ്രസാദത്താൽ അതിദ്രുതം ശസ്ത്ര അസ്ത്രചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശരൻ പോർക്കളം പുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തു തുടങ്ങിനാർ. മേഘജാലം വരിഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകിത്തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൻ. വാരണവാജി പദാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പുക്കവ കന്തം വരുന്നതോ കണ്ടോരു രാവണി സന്താപമോടും അന്തർധാനം ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തോ മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാമർക്കടന്മാരുടെ മെയ്യിൽ 50, 100, 200, 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനർ9 മൈന്ദനും 5 ഗജന്മേലും ഈരൊമ്പതേറ്റിതോ നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും 6 വനസനും 7 വിനത നീരാറു സുഷേണനുമൊട്ടു കുമുദനും 6 ബാണമേറ്റു 6 ബാണം വൃഷഭനും കേസരിക്കാറും 150 കൂടെ വന്നേറ്റിതു. 10 ശതബലി കൊമ്പതു ധൂമ്രനും 10 ശതബലിക്കൊമ്പതു ധൂമ്രനും 10 മുരട്ടും പ്രമാദിക്കുമേറ്റിതു. 10 പുനർ25 ശക്തിയേറും വേഗ ദർശിക്കതുപോലെ. 40 കൊണ്ടു ദതിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 ഏറ്റോ സുമുഖനും. ദുർമുഖനേറ്റതിരുപത്തിനാലമ്പ് സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനു 60 പുനരാതങ്കമോട് 50 അഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഇത്തം കപികുല നായകന്മാരും 67 കോടിയും വീണിതോ ഭൂതലേ. മാർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം
ആവതില്ലേതോ ഇതിനോ നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടോ പറഞ്ഞു നിൽക്കേ തുഷ രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ വീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണവാദീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ പൂക്കിരുന്നീടിനാൻ ലേഖാസമൂഹവും മഴീകദാശയാ. ഔഷധാഹരണ യാത്ര. കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക്ക വേണം എന്നോർത്തവനും തഥാ. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ അവരിതിൽ ആരെന്നു നോക്കുവാൻ. ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തി വിഭീഷണനെ കണ്ടോ. രാഘവഭക്തൻ വിഭീഷണനെ കണ്ടോ. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ. പിന്നെയും പാഥോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതനതു ഗ്രഹം കൊണ്ടും താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാതിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ നന്നായിതെങ്കിൽ നീ അറിഞ്ഞതോ. കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതോ ഞാനെടോ. സത്യമത്രേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാദാസ്ത്രങ്ങൾ ഏറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണനെന്തെടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവ അംഗദാദികളാൽ ഏവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തോ സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മാരുതിപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചീനെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയെ. പോകവേണം നീ ഹിമവാനെയും കടന്നാകുലമേറ്റു കൈലാസശൈലത്തോളം.
കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രി മേലുണ്ടോ ദിവ്യൗഷധങ്ങളറിയുക നീ. നാലുണ്ട് ദിവ്യൗഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ പിമ്പു സന്ധാനകരണി. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ പിമ്പു സന്ധാനകരണി. മൂന്നാമതും നല്ല സുവർണകരണി. നാലാമതും ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ട് ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങൾ എന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട്. മാരുതനന്ദന പോകാ നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവീനോളം വളർന്നോ ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം. മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ.